കാർഷിക വാർത്തകൾ. പ്രതീക്ഷയിൽ റബ്ബർ വിപണി. വാങ്ങലുകാർ സജീവമായിട്ടും ഏലം വിലയിൽ നേരിയ വർധന മാത്രം. മാറ്റമില്ലാതെ നാളികേര വില. മഴ മാറി കാലാവസ്ഥ തെളിഞ്ഞതുകണ്ട് ഒട്ടുമിക്ക ഭാഗങ്ങളിലും ടാപ്പിംഗ് സജീവമായി. ശൈത്യം ശക്തമാകുന്നതിനാൽ റബ്ബർ മരങ്ങളിൽ പാൽ ലഭ്യത ഉയരുന്നത് അവസരമാക്കി ടാപ്പിംഗ് പരമാവധി ഉയർത്താനുള്ള നീക്കത്തിലാണ് കർഷകർ. മുഖ്യ വിപണികളിൽ ലാറ്റക്സ് 11,700 രൂപയിലാണ് വ്യാപാരം നടന്നത്. ടയർ നിർമ്മാതാക്കൾ 4ാം ഗ്രേഡിന് 100 രൂപ ഉയർത്തി 18,400 രൂപയ്ക്ക് സംഭരിച്ചു. 5ാം ഗ്രേഡ് 18,100 രൂപയായി ഉയർന്നു. പ്രമുഖ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ റബ്ബർ മികവിലാണ്. അതേസമയം തായ്ലൻഡ് അടക്കമുള്ള മുൻനിര റബ്ബർ കയറ്റുമതി രാജ്യങ്ങളിൽ സീസൺ ആയതിനാൽ ലഭ്യത ഉയർന്നു തുടങ്ങി. ബാങ്കോക്കിൽ ഷീറ്റ് വില 18,293 രൂപയായി ഉയർന്നു. ഏലയ്ക്ക സംഭരിക്കാൻ ആഭ്യന്തര വാങ്ങലുകാർക്കൊപ്പം വിദേശ വ്യാപാരികളും ഉത്സാഹിച്ചു. എങ്കിലും ഉൽപ്പന്ന വില നേരിയ റേഞ്ചിൽ മാത്രമാണ് നീങ്ങിയത്. ഉൽപാദന മേഖലയിൽ ഇന്നു നടന്ന ലേലത്തിൽ 27,728 കിലോ ഏലയ്ക്ക വിൽപ്പനയ്ക്ക് വന്നതിൽ 27,134 കിലോയും വിറ്റഴിഞ്ഞിട്ടും ശരാശരി ഇനങ്ങൾ കിലോ 2,451 രൂപയിലും വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ 2,887 രൂപയിലും ഇടപാടുകൾ നടന്നു. നാളികേരോൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. അടുത്ത വാരം നാളികേര വിളവെടുപ്പ് ഊർജിതമായതിനാൽ തേങ്ങാ ലഭ്യത ഉയരുമെന്ന പ്രതീക്ഷയിലാണ് തമിഴ്നാട്ടിലെ മില്ലുകാർ. വ്യവസായികൾ തേങ്ങയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ വൻകിട തോട്ടങ്ങളിൽ നീക്കം തുടങ്ങി. കൊച്ചിയിൽ കൊപ്ര 22,000 രൂപയിലും കാങ്കയത്ത് 21,700 രൂപയിലും വിപണനം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ കുടുംബ ബജറ്റ് താളം തെറ്റിച്ചുകൊണ്ട് പച്ചക്കറി വിലയിൽ വർധന. പയറിനും ബീൻസിനും 100 രൂപയാണ് കൂടിയത്. സംസ്ഥാനത്ത് പച്ചക്കറി വില വർദ്ധിച്ചു തുടങ്ങി. രണ്ടാഴ്ചക്കിടെ വിവിധ പച്ചക്കറി ഇനങ്ങൾക്ക് പലതിനും ഇരട്ടിയിലേറെ വിലയാണ് കൂടിയത്. തൊണ്ടൻ മുളകും ബീൻസും പയറും 100 രൂപ കടന്നു. പയർ, വെണ്ടയ്ക്ക, വഴുതനങ്ങ എന്നിവയുടെ വിലയിലുമുണ്ട് വർധന. മഴ കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി വരവ് കുറഞ്ഞതാണ് വില കൂടാൻ കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു. അടുത്തയാഴ്ചയോടെ വില കുറഞ്ഞേക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. പല പച്ചക്കറി ഇനങ്ങളിലും 10 രൂപ മുതൽ 40 രൂപ വരെയാണ് വർധനവ്. തക്കാളി കിലോയ്ക്ക് 50 രൂപയാണ് വില. ചെറിയ തക്കാളി 2 കിലോയ്ക്ക് 50 രൂപയ്ക്കാണ് തലസ്ഥാന നഗരത്തിലെ പല മാർക്കറ്റുകളിലും വിൽപ്പന നടത്തുന്നത്. സവാള, ചെറിയ ഉള്ളി എന്നിവയുടെ വിലയിൽ കാര്യമായ മാറ്റമില്ല. നേന്ത്രപ്പഴത്തിന്റെ വിലയിലും കുറവുണ്ട്. 75 രൂപയായിരുന്ന നേന്ത്രപ്പഴത്തിന്റെ വില നിലവിൽ 45 രൂപയിലെത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ തേയിലത്തോട്ടങ്ങൾ കടുത്ത പ്രതിസന്ധിയിൽ. ഉൽപാദന ഇടിവും മികച്ച വില ലഭിക്കാത്തതുമാണ് തോട്ടങ്ങളുടെ അടച്ചുപൂട്ടലിന് കാരണമായി തോട്ടം ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇടുക്കിയിൽ സമീപകാലത്ത് 3 തേയിലത്തോട്ടങ്ങളാണ് അടച്ചുപൂട്ടിയത്. തൊഴിലാളികളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും മാസങ്ങളായി മുടങ്ങിയതിനെ തുടർന്നാണ് തോട്ടങ്ങൾ അടച്ചുപൂട്ടിയത്. സർക്കാർ ഇടപെട്ട് നടത്തിയ ചർച്ചകളെ തുടർന്ന് തോട്ടം വീണ്ടും തുറന്നെങ്കിലും പ്രതിസന്ധി മറികടക്കാനായിട്ടില്ല. 7 തോട്ടങ്ങളാണ് പ്രതിസന്ധി മൂലം അടഞ്ഞുകിടക്കുന്നത്. പ്രവർത്തിച്ചു വരുന്ന 13 തോട്ടങ്ങളും അടച്ചുപൂട്ടൽ ഭീഷണിയുടെ വക്കിലാണ്. ഫാക്ടറികൾ പ്രവർത്തിക്കാത്തതിനാൽ ചായപ്പൊടി ഉൽപാദനം മുടങ്ങിയ സാഹചര്യവുമുണ്ട്. നുള്ളിയെടുക്കുന്ന പച്ചക്കൊളുന്ത് പുറത്തുള്ള ഫാക്ടറികളിൽ നൽകിയാണ് ഉൽപാദന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇത് തോട്ടം മാനേജ്മെന്റിന് വലിയ സാമ്പത്തിക നഷ്ടം സൃഷ്ടിക്കുന്നു. വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനുള്ള സഹായ പദ്ധതികൾ തേയിലത്തോട്ട മേഖലയ്ക്കും അനുവദിക്കണമെന്നാണ് ഉയർന്നുവരുന്ന പ്രധാന ആവശ്യം. കൂടാതെ കൃഷിയും പരിപാലനവും ഉൽപാദനവും കാണാനും അറിയാനുമായി സഞ്ചാരികൾക്ക് അവസരം നൽകണം. ഇതിലൂടെ വരുമാനം നേടാമെന്നാണ് മറ്റൊരു നിർദ്ദേശം. മാത്രമല്ല തോട്ടങ്ങളിലും ചെറുകിട കൃഷിയിടങ്ങളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ പഞ്ചസാര കയറ്റുമതി ഇരട്ടിയാക്കിയേക്കും. 2 ദശലക്ഷം ടണ്ണായി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. പുതിയ സീസണിൽ എഥനോൾ ഉൽപാദനത്തിനായി നൽകുന്ന പഞ്ചസാരയിൽ കുറവ് വരുത്തിയതോടെയാണ് കയറ്റുമതി ഉയർത്തേണ്ട സാഹചര്യമുണ്ടായിരിക്കുന്നത്. ആഭ്യന്തര വിപണിയിൽ പഞ്ചസാര മിച്ചം വരുമെന്നാണ് വിലയിരുത്തുന്നത്. കയറ്റുമതി ഏതാണ്ട് 2 ദശലക്ഷം ടണ്ണായി ഉയർത്തണമെന്നാണ് ഇന്ത്യൻ ഷുഗർ ആൻഡ് ബയോ എനർജി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡിസംബറോടെ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. ചൈനയിൽ നിന്നുള്ള കയറ്റുമതി ഉയർന്നതും ആഗോള വിപണിയിൽ വിലസമ്മർദ്ദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. സീസൺ തുടക്കത്തിൽ തന്നെ വിദേശ വിപണികളിലേക്കുള്ള പഞ്ചസാര കയറ്റുമതി നേരത്തെ ആരംഭിക്കാൻ മില്ലുകൾക്ക് അനുമതി നൽകണമെന്നാണ് നാഷണൽ ഫെഡറേഷൻ ഓഫ് കോർപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറിയുടെ ആവശ്യം.
ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 207, RSS 5 203, ലാറ്റക്സ് 140, വെളിച്ചെണ്ണ 35,700, കൊപ്ര 22,900, ചുക്ക് 27,000, ജാതിക്ക 330, ജാതിപത്രി 2,100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾഡ് 70,000, കുരുമുളക് അൺഗാർബിൾഡ് 68,000, ഏലയ്ക്ക 2,300 മുതൽ 2,400 വരെ.